സ്നേഹം നൽകി നീ എന്നെ ചേർത്തണച്ചു. ഇന്നോളമാരും നൽകാത്ത സ്നേഹം നൽകി നീ എന്നെ ചേർത്തണച്ചു.
പറയുന്നത്. വിശുദ്ധ മദർ തെരേസ പറയുന്നു, ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ദിവസേന ഊർജം സ്വീകരിക്കുന്നതെന്ന്. അതെ, വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധ കുർബാന ഒരു ശക്തി കേന്ദ്രമായിരുന്നു. നമ്മുടെ ആത്മാവിന്റെ പോഷണത്തിനായി അപ്പത്തിന്റെയും മീന്റെയും രൂപത്തിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹ തന്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകുന്ന കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മൾ ഒരുപാട് തിരിവുകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഈ പരിശുദ്ധമായ ദിനത്തിൽ നമ്മളുടെ ദേവാലയത്തിൽ വന്ന് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഈ ദിനം ദേവാലയമാക്കിയ സ്നേഹബഹുമാനപ്പെട്ട മറ്റു വൈദികർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയുടെ നിലനിൽപ്പുകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധാലുവുമായ വികാരി അച്ഛൻ കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യകാരുണ്യ ദിനം അത്ഭുതമായും അവിസ്മരണീയമായും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഞങ്ങളുടെ സിസിലി സിസ്റ്ററാണ്. കഴിഞ്ഞ ഒരു വർഷം 4ാം ക്ലാസ്സിൽ കൂദാശകളെക്കുറിച്ചും വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി ഞങ്ങളെ എങ്ങനെ ഒരുങ്ങണമെന്നും സിസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് അവിസ്മരണീയമാകുന്നതിനായി വിശുദ്ധ കുർബാനയിൽ മനോഹരമായ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആരംഭിച്ച അഞ്ജലി സിസ്റ്ററും കൊച്ചു ഗായിക സംഘത്തിനും ഹൃദയത്തിന്റെ ഭാഷയും സ്വർലോകമാകും. ഈശോ നീൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായി എൻ്റെ ഉള്ളിൽ തിരുരക്തമായി എൻ്റെ ഹൃത്തിൽ തിരുജീവനേകുന്ന കരുണാമയ എന്നിൽ തിരുഭോജ്യമായി നീ വരൂ. ഈശോ നീൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും.
ധ്യാന സ്വർഗീയ സാന്നിധ്യം നുകരും. ഈശോ നീ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും.